സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം, അതാണ് പി ജെ മാനുവൽ തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പേര്. ജനങ്ങൾക്ക് വലിയ പ്രശ്നം നേരിടുന്ന ഒരു മേഖലയാണ് വായ്പാ മേഖല. വായ്പ അത്യാവശ്യത്തിന് ഓടിപ്പോയി എടുക്കേണ്ടി വരുന്നു. ആ വായ്പ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ പലിശ, പല വിധമായിട്ടുള്ള ഉപാധികൾ, ധനകാര്യ സ്ഥാപനങ്ങൾ വയ്ക്കുന്ന ഉപാധികൾ, ഇതിലൂടെ ഒരു കടക്കണിയിലേക്ക് പോകുന്നു. തുടർന്ന് വരുന്നതാണ് ജപ്തി. ഈ സർഫാസി വിരുദ്ധ പ്രസ്ഥാനം ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ്? ഇന്ന് സർഫാസി എന്ന് പറയുന്ന പദം തന്നെ ഏറെക്കുറെ ജനങ്ങൾക്ക് പരിചിതമായി തുടങ്ങിയിട്ടുണ്ട്. അതേസമയം 2002 വന്ന ഈ നിയമം ഏതാണ്ട് 2013 ഞങ്ങൾ ഈ വിഷയം അഭിസംബോധന ചെയ്തു തുടങ്ങി. ആ സമയത്ത് ഇത് നമ്മളുടെ നിയമസഭാ അംഗങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു. നിയമനിർമ്മാണ സഭയിൽ പോലും പലർക്കും അറിയില്ലായിരുന്നു, പാർലമെൻറ്റിൽ പോലും. അപ്പോൾ ഈ സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫൈനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ നിയമം നമ്മുടെ രാജ്യത്ത് കടന്നു വന്നത് വെറുതെയല്ല. അപ്പോൾ ഒരു മുതലാളിത്തത്തിൻ്റെ ഒരു ആഗോളീകരണ താല്പര്യമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തെ തന്നെ ഇങ്ങനൊരു നിയമനിർമ്മാണത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അത് കേവലം 2002 90-കൾ മുതൽ അത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ഏകദേശ രൂപം കിട്ടിയാലാണ് നമുക്കതിന് ഒരു ധാരണ കിട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കടത്തിൽ വീണ മനുഷ്യരാരാണ്? അപ്പോൾ ഞങ്ങൾ ഇതിനെ സാധാരണ രീതിയിലൊരു സമര രൂപമായിട്ട്, ഒരു പ്രതിരോധ രൂപമായിട്ട് എടുക്കുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടാണ്. വമ്പൻ ആളുകളോ മധ്യവർഗത്തിന് മീതെയുള്ള വലിയ കടം വാങ്ങിയ ആളുകളുമായി ബന്ധപ്പെട്ടിട്ടല്ല നമ്മളിപ്പോൾ ഏതാണ്ട് 11ഓളം ജില്ലകളിൽ കിടപ്പാടങ്ങൾ ജപ്തി ചെയ്യരുതെന്നും ഈ സർഫാസി എന്ന കൊലയാളി നിയമം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടും ഈ മൈക്രോ ഫൈനാൻസ് പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെ പലിശക്കൊള്ളയിൽ നിന്ന് ഈ സാധാരണ വീട്ടമ്മമാരെ പോലും ഇന്ന് ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നൊരവസ്ഥ മാറ്റിക്കൊണ്ട് ഒരു ബദൽ വായ്പാ സംവിധാനം തന്നെ സർക്കാർ കൊണ്ടുവരിക എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ കിടപ്പാടങ്ങൾ ജപ്തി ചെയ്യരുത് എന്നൊരു നിലപാട് വന്നിട്ടുണ്ട്. അതൊരു നിയമമായിട്ടില്ലെങ്കിൽ പോലും ജപ്തി തടയൽ നിയമം വന്നിട്ടുണ്ട്. അതും ഒരു വഞ്ചനാപരമായൊരു സമീപനമാണ് അതിനകത്തെടുത്ത്. ഒരു ജപ്തി തടയാനൊന്നും അതിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സർഫാസി എന്ന നിയമം കടന്നു വരുന്നത് വെറുതെ ഒരു ദിവസം കടന്നു വന്നതല്ല. അതിന് പിന്നിൽ വലിയൊരു പദ്ധതി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആഗോള ട്രാൻസ്നാഷണൽ ബാങ്കുകൾ ഇന്ത്യയിൽ വളരുന്ന 120 ലക്ഷം കോടി വരുന്ന ബാങ്കിങ് വ്യവസായ രംഗത്തേക്ക് കടന്നു വരണം. അവർക്ക് ഇന്ത്യയിൽ വന്ന് ഈ കടത്തിൻ്റെ ഒരു പിടിയിലേക്ക്, അതിൻ്റെ കൊലപ്പിടിയിലേക്ക് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ എത്തിക്കുക എന്നുള്ളൊരു സമീപനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് അത്തരം ഈ പൊതുമേഖലാ ബാങ്കുകളെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വകാര്യ മേഖലയിലെ ബാങ്കുകൾ കടന്നു വരാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണം എന്ന് മാത്രമല്ല, തങ്ങൾ മുടക്കുന്ന മൂലധനം തിരിച്ചെടുക്കാനായിട്ട് ശക്തമായ നിയമങ്ങൾ നിർമ്മിക്കണം. അത് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ നിന്ന് വേറിട്ടായിരിക്കും ചെയ്യണം. ഇതാണ് സംഭവം. ഇതിൻ്റെ ഭാഗമായിട്ട് സ്വിറ്റ്സർലൻഡിൽ ബേസൽ നഗരത്തിൽ കൂടിയ ഒരു ഇതിൻ്റെ കോൺട്രാക്റ്റിൻ്റെ ഭാഗമായി ഇന്ത്യ മാറുകയും 1993 വളരെ കൃത്യമായി റിക്കവറി ഓഫ് ഡെപ്റ്റ്സ് ഡ്യൂ ടു ബാങ്ക്സ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൻ്റെ സ്വഭാവം മാറുകയാണ്. അതുവരെ നമ്മൾ കണ്ടത് സിവിൽ കോടതികളിൽ കടത്തിൽ വീണ മനുഷ്യർക്ക് കുറച്ച് സമയം ലഭിക്കാം, ഇളവുകൾ ലഭിക്കും, കിടപ്പാടത്തിൽ നിന്ന് തെരുവിലെറിയേണ്ട, ഇങ്ങനെയുള്ള ഒരുപാട് ആനുകൂല്യങ്ങളുണ്ടായി. അപ്പോൾ അന്നത്തെ കാലത്ത് നമ്മൾ കാണുന്ന കടാശ്വാസവും കടപരിഹാരത്തിൻ്റെയും ഒരു ജീവകാരുണ്യ തലം വന്നുണ്ട്. അത് മാറുകയാണ്. പെട്ടെന്ന് ഇതിൻ്റെ ഈ ഫ്രേസുകൾ, ഇതിൻ്റെ പദാവലികളൊക്കെ മാറുന്നു. അതായത് ഡെപ്റ്റ് റിലീഫ് എന്നുള്ളതൊക്കെ മാറിയിട്ട് റിക്കവറി ഓഫ് ഡെപ്റ്റ് എന്നുള്ള പേര് വരികയാണ്. കടം പിടിച്ചെടുക്കുക. അപ്പോൾ കടം പിടിച്ചെടുക്കുന്നതിന് അവർ ആദ്യം കൊണ്ടുവന്നതാണ് കിട്ടാക്കടം തിരിച്ചു പിടിക്കാനെന്ന ഒരു മൂടുപടം ഇട്ടുണ്ടായത് വരുന്നത്. കിട്ടാക്കടമാണ് വലിയ കിട്ടാക്കടം കോടതികൾ വഴിയാണല്ലോ ജപ്തി. പണ്ടൊക്കെ നമ്മുടെ സിനിമയിൽ സിവിൽ കോടതികൾ വഴിയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം ഇതെന്താണ്, ഇത് ഈ നിയമം വരുമ്പോൾ ഇത് മൻമോഹൻ സിംഗിൻ്റെ സമയത്ത് കണക്കെയാണ് ആഗോളീകരണ കാലത്ത് കൊണ്ടുവരുന്നത്. ഞാൻ അതിൻ്റെ ആഴത്തിലേക്ക് പോകുന്നില്ല, പെട്ടെന്ന് അത് അവസാനിപ്പിക്കുന്ന രീതിയിൽ പറയാം. അപ്പോൾ അത് ഈ റിക്കവറി ഓഫ് ഡെപ്റ്റ്സ് ഡ്യൂ ടു ബാങ്ക്സ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട്, നോട്ട് ബാങ്ക്സ്, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ പോലും വരികയാണ്. മുത്തൂറ്റും മണപ്പുറം പോലും വരികയാണെന്നർത്ഥം. അപ്പോൾ ഇത്തരം ബാങ്കുകൾക്ക് ഒരു ട്രിബ്യൂണലിനെ ഉണ്ടാക്കിയാണ് അവർ. അതിനെയാണ് നമ്മൾ ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ എന്ന് പറയുന്നത്, DRT. അപ്പോൾ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് അടിയന്തര പരിഹാരം കാണുകയാണ്. കോടതിയിൽ നിന്ന് പോകേണ്ട കാലതാമസമൊന്നും ഉണ്ടാകാതെ പെട്ടെന്ന് നമുക്ക് പിടിച്ചെടുക്കുക, ലേലം ചെയ്ത് വിൽക്കുക എന്നുള്ളൊരു സംവിധാനമാണ് അന്ന് ഉണ്ടാകുന്നത്. ആ സമയത്ത് ആ നിയമത്തിലൂടെ ഈ ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ എന്ന് പറയുന്ന ബാങ്കിന് വേണ്ടി
ബാങ്കിൻ്റെ തന്നെ ആളെ ചെയർപേഴ്സണായിട്ട് ഇരുത്തിയ ഒരു സംവിധാനം കൊണ്ടുവന്നത് മാത്രമല്ല ചെയ്തത്. അവർ സിവിൽ കോടതിയിൽ പോകാനുള്ള കടത്തിൽ വീണവരുടെ അവകാശം റദ്ദാക്കി അതിനകത്ത് 18-ാം വകുപ്പിലൂടെ. തീരുമാനിക്കാം കാര്യങ്ങൾ. യെസ്. അപ്പോൾ ഇതൊന്നും നമ്മളെ നിയമനിർമ്മാതാക്കൾ ശ്രദ്ധിക്കുന്നില്ല. അത് വലിയൊരു സംവിധാനം, അതായത് ആഗോളീകരണ നയപരിപാടികൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ചുട്ടെടുക്കപ്പെടുന്നു. അത് കയ്യൊപ്പിട്ട് കൊടുക്കുന്ന പണിയാണ് നമ്മളുടെ ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണലുകൾ ഇന്ത്യയിലെമ്പാടും സ്ഥാപിതമായത്. അതിലെന്താ സ്ഥാപിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ ഈ വീടുകളില്ലാത്തവർക്ക് വീടുകൾ ഉണ്ടാക്കാൻ ഹൗസിംഗ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു മനോരമയുടെ ഓഫീസിൻ്റെ പുറകിലുണ്ട്. അങ്ങനെ ഈ കിടപ്പാടങ്ങൾ തിരിച്ചു പിടിക്കുന്ന ഈ ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ ഉണ്ടായിരിക്കുന്ന അതിൻ്റെ 3-5 നിലയിലാണ് ഇതുള്ളത്. അപ്പോൾ അതിൽ സംഭവിക്കണതെന്ന് വെച്ചാൽ, കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകൾ അല്ലെങ്കിൽ ലക്ഷദ്വീപിലുള്ള ആളുകൾ മുഴുവനും ഈ സ്ഥാപനത്തിലേക്ക് വരേണ്ടി വരികയാണ്. ഈ ബാങ്ക് ഒരു പരാതി കൊടുത്താൽ മതി, ഇവർ സ്വന്തം കിടപ്പാടം നഷ്ടപ്പെടും. അതായത് തങ്ങൾ കശാപ്പ് ചെയ്യും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കശാപ്പ് ശാലയിലേക്ക് വരുന്ന അറവ് മൃഗങ്ങളെ പോലെയാണ് ഈ മനുഷ്യർ മുഴുവൻ വരുന്നത്. ഇവിടെ വരുന്നവരാകട്ടെ നോക്കുക, ഇപ്പം അവരുടെ വസ്തുവിന് 10 കോടി രൂപ വിലയുണ്ടെന്നിരിക്കട്ടെ, അത് ലേലം ചെയ്തു പോകുന്നത് 2 കോടിക്കോ 3 കോടി രൂപയ്ക്കായിരിക്കും. ഈ ലേലത്തിൽ വലിയ നമ്മുടെ ജഡ്ജസ് വരെ പങ്കെടുക്കുന്ന സംഭവങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഹൈക്കോടതി ജഡ്ജിമാർ വരെ ഇതിനകത്ത് ഈ ലേലത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ചുളുവിലക്ക് ഈ വസ്തു വാങ്ങുന്ന ഒരു സമാന്തര വിപണി തന്നെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. വസ്തുവിനൊന്നും ആ അർത്ഥത്തിൽ വില കിട്ടില്ല. അപ്പോൾ ഇത് ചവിട്ടിത്താത്തി ഈ പറയുന്ന വലിയൊരു റിയൽ എസ്റ്റേറ്റുകാരുടെ ഒരു പറുദീസയായിട്ട് ഇത് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എല്ലാവർക്കും പങ്കുണ്ട്. അവിടെയുള്ള ബാങ്കിൻ്റെ റിക്കവറി ഉദ്യോഗസ്ഥന്മാർ, DRTയിലെ എല്ലാ സംവിധാനങ്ങളും, അത് ബാങ്കിൻ്റെ തന്നെ താല്പര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ്. അതിൻ്റെ റിക്കവറി ഓഫീസർമാർ, അതുപോലെ തന്നെ അഭിഭാഷകർ, ഇതിങ്ങനെ ഒരു വലിയൊരു വലയം. പുറമേയുള്ള റിക്കവറി മാഫിയകൾ, റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ. അപ്പോൾ ഈ ജഡാവസ്ഥയിൽ കിടക്കുന്ന ഈ മനുഷ്യരുടെ ശവം കൊത്തിപ്പറിക്കുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് കഴുകന്മാരുടെ ഒരു സംഘമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഓരോ DRT ഇത് കഴിഞ്ഞ 20 വർഷമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ യാതൊരു വിധത്തിൽ അതിനെതിരിടാനുള്ളൊരു സമീപനം വന്നിട്ട്. അപ്പോൾ സമൂഹത്തിൻ്റെ പൊതുബോധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടത്തിൽ വീഴുന്ന മനുഷ്യർ അവർ അത് അടയ്ക്കേണ്ടതാണ്. അത് അടക്കാൻ ധാർമ്മികമായി അടക്കാൻ തയ്യാറാകേണ്ട ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് അടുത്ത ഘട്ടത്തിൽ നമുക്ക് ഈ സർഫാസി നിയമം എന്ന് പറയുന്ന നിയമം 2002 ഉണ്ടാക്കാൻ ഉള്ള ഇടയാവുന്നത്. അപ്പോൾ 2002 ആ നിയമം വരുന്നതിന് അനുകൂലമായൊരു സാഹചര്യം ആ സന്ദർഭത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ പോരാ, കുറച്ചുകൂടി ശക്തമായിട്ടുള്ള ഒരു നിയമം വേണം എന്നുള്ള അടിസ്ഥാനത്തിലാണ് പിന്നെ ഈ പറയുന്ന സർഫാസി എന്ന കൊലയാളി നിയമം വന്നിട്ടുള്ളത്. അത് എത്തരത്തിലാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? സർഫാസി ഒരാൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ അടുത്തെന്താ സംഭവിക്കുന്നത്? ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സർഫാസി നിയമത്തിനകത്ത് പുതിയ കുരുക്കുകളാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുരുക്കുകൾ എന്ന് പറയുന്നത്, ഒന്ന്, ഈ നിയമത്തിനകത്ത് CJM കോടതിക്ക് ഇടപെടാം, ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി. അപ്പോൾ ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി എന്താണ്? ഒരു ക്രിമിനൽ കുറ്റം വിചാരണ ചെയ്യേണ്ട ഒരു സ്വതന്ത്ര നീതിന്യായ സംവിധാനം. ഇറ്റ് ഈസ് എ ജുഡീഷ്യറി. അപ്പോൾ ഒരു ജുഡീഷ്യറിക്ക് എക്സിക്യൂട്ടീവിലോ അതല്ലെങ്കിൽ ലെജിസ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടാവുന്ന ഒന്നല്ല. പക്ഷേ CJM കോടതിയിൽ ബാങ്ക് ഒരു അപേക്ഷ കൊടുത്താൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ, ഇവർക്ക് ഇതിനകത്ത് ഇടപെടാനായിട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ഒരു അഭിഭാഷക കമ്മീഷനെ, പോലീസിനെ നിയോഗിച്ചുകൊണ്ട് 1.5 സെന്റ് കോളനികളിൽ നിന്ന് പോലും മുത്തൂറ്റോ മണപ്പുറം പോലെയുള്ള ഫൈനാൻസ് കമ്പനിക്ക് പോലും കുടിയിറക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായിട്ട് അത് മാറിപ്പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. അതാണ് ഒരു വശത്ത്. 2, സിവിൽ കോടതികളെ സമീപിക്കാൻ പാടില്ലെന്നതിൽ വ്യക്തമായി 34-ാം വകുപ്പിൽ എഴുതിയ നമുക്ക് സിവിൽ കോടതികളെ സമീപിക്കാൻ കഴിയില്ല. ആകെയുള്ള അത് CJM കോടതി നമ്മളെ തെരുവിലെറിയുന്നതിന് DRT കോടതിയെ സമീപിക്കാം. ഇനി മൂന്നാമതൊന്നുകൂടി അതിനകത്ത് വരുന്നുണ്ട്. അതാണ് ഏറ്റവും ഭീഷണമായ സംഭവം. അതായത് ഈ നിയമം ഉണ്ടാക്കിയത് തന്നെ ആസ്തി പുനർനിർമ്മാണ കമ്പനികൾ എന്ന പേരിൽ, ARC എന്ന പേരിലുള്ള ആസ്തി പിടിച്ചെടുക്കാനുള്ള പുതിയ കമ്പനികൾ ഉണ്ടാക്കാനാണ്. ഇപ്പോൾ 2 കോടി മുതലുള്ള ഒരു സമ്പന്നനായ കോർപ്പറേറ്റിന്
ഇപ്പോൾ ആസ്തി പുനർനിർമ്മാണ കമ്പനി ഉണ്ടാക്കാം. അപ്പോൾ ആസ്തി പുനർനിർമ്മാണ കമ്പനി എന്ന് പറഞ്ഞാൽ കടത്തിൽ വീണ ആളുകളുടെ ആസ്തി നിസ്സാര വിലയ്ക്ക് വാങ്ങിച്ചെടുക്കാം. അപ്പോൾ ഒരു ആസ്തിയല്ലേ എടുക്കുന്നത്, ആ ബാങ്കിൻ്റെ പരമാവധി ഈ NP അതായത് നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ടുള്ള നിഷ്ക്രിയ ആസ്തിയായ ബാഡ് ഡെപ്റ്റ് ആയിട്ടുള്ള കിട്ടാക്കടം ആയിട്ടുള്ള എല്ലാ ആസ്തികളും ഇവർക്ക് പിടിച്ചെടുക്കാനും ആ പിടിച്ചെടുത്തിട്ട് അവർക്ക് വലിയ വിലയ്ക്ക് ലേലത്തിന് വിറ്റ് കാശ് കൊണ്ടുപോകാനും കഴിയുന്ന ഒരു സാധനമാണ് ഇതിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. ആ ARC നമുക്കറിയാവുന്ന പോലെ അനിൽ അംബാനിക്ക് പോലും ഉണ്ട്. അനിൽ അംബാനി നമുക്കറിയാം 1.25 ലക്ഷം കോടി രൂപയുടെ ബാധ്യതയുള്ള ഒരു പാപ്പരാണ്. ആ പാപ്പരായ മനുഷ്യൻ പോലും റിലയൻസ് ARC എന്ന് പറഞ്ഞ ARC നടത്തിക്കൊണ്ടിരിക്കുകയും കേരളത്തിൽ തന്നെ വിദ്യാർത്ഥികളുടെ കടം അയാൾ ഇതുപോലെ വാങ്ങിച്ചെടുക്കുകയും ചെയ്യാനുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയുള്ള വലിയ ഒരു കെണിയാണ് ഇതിലൂടെയുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 60 ദിവസത്തിനകം ഈ ആസ്തി ഒന്ന് പിടിച്ചെടുക്കാനുള്ള അധികാരം ഈ നിയമം മൂലം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അവർക്ക് വേറൊരു ഉപാധികളില്ല, വേറൊരു കോടതിയെ സമീപിക്കാൻ പറ്റില്ല. ഈവൻ ഹൈക്കോടതിക്ക് പോലും ഇടപെടുന്നതിന് പരിമിതികളുണ്ട് എന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഈ നിയമം ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് ഏറ്റവും സാധാരണപ്പെട്ട ആളുകളെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് എന്താ കഴിയുക? യാതൊരു നിയമനിർമ്മാണ സഭയിൽ നമ്മളുടെ പ്രതിനിധികളായ ആളുകൾ, ജനപ്രതിനിധികൾ ഈ വിഷയം ആവശ്യപ്പെടുന്നില്ല. എന്നാൽ ഈ അതിസമ്പന്നരായ ആളുകൾ ഈ നിയമം പറ്റില്ലെന്ന് ആവശ്യപ്പെട്ടു. ഇപ്പം 2002 നിയമം ഉണ്ടാകുമ്പോൾ വിജയമല്യ നിയമനിർമ്മാണ സഭയിൽ ഇരിക്കുന്നുണ്ട് ഈ നിയമം നിർമ്മിക്കാൻ, സർഫാസി നിയമം. അദ്ദേഹം പിന്നീട് 9,000 കോടി രൂപയായിട്ട് നാട് വിടുകയാണ് ചെയ്തത്. പക്ഷേ അതിനുശേഷം ഈ പറയുന്ന 2017 ഈ അതിസമ്പന്നർ ഈ സർഫാസി നിയമം തങ്ങൾക്ക് പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ നിയമം അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തു. അതാണ് ബാങ്ക്രപ്സി ആൻഡ് ഇൻസോൾവൻസി കോഡ് എന്ന് പറയുന്ന പാപ്പരത്ത നിയമം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു മുട്ടസൂചി പോലും അവരുടെ ജപ്തി ചെയ്യപ്പെടുന്നതിന് മാത്രമല്ല, ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിന് 15 ലക്ഷം കോടിയോളം രൂപ അവർക്ക് വേണ്ടി എഴുതി തള്ളപ്പെടുകയും സാധാരണക്കാരെ കൊള്ളയടിക്കുകയും അതിസമ്പന്നർക്ക് കൂട്ടുനിൽക്കുകയാണ് ഈ നിയമത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇതിനെതിരായിട്ട് ഇന്ന് വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കിടപ്പാടങ്ങൾ ജപ്തി ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയ സമര പരിപാടികൾ ഇന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത ദിവസം ഞങ്ങൾ ഈ കുട്ടികളെ കുടിയിറക്കുന്ന, അതായത് കുടിശ്ശികയുടെ പേരിൽ കുട്ടികളെ കുടിയിറക്കുന്ന രാഷ്ട്രം എൻ്റേതല്ല എന്നുള്ള എനിക്ക് വലിയൊരു ശേഖരണം നടത്തിക്കൊണ്ട് നേരിട്ട് കുട്ടികൾ തന്നെ അത് പ്രസിഡന്റിന് നേരിട്ട് സമർപ്പിക്കുന്ന ഒരു ക്യാമ്പയിൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു.